ഉണ്ടാകട്ടെ. എൻ്റെ പേര് ശില്പ. ഞാൻ ഏഞ്ചൽ വാലിയിൽ നിന്നാണ് വരുന്നത്. പറഞ്ഞ പ്രകാരം ആദ്യമായിട്ട് എൻ്റെ അമ്മയാണ് ഇവിടേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയോട് പാസ്റ്റർ ദൂത് പറഞ്ഞു, നിൻ്റെ 2 മക്കളും വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി നേഴ്സായിരുന്നു, അവൾ പോകുമെന്നൊരു വിചാരമുണ്ട്. ഞാൻ എന്തായാലും പോകത്തില്ല എന്നൊരിതിലായിരുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ കുഞ്ഞേച്ചിയുടെ കാര്യം ശരിയാണ്, എൻ്റെത് പക്ഷേ ഞാൻ പോകുന്നില്ല. ഞാൻ ആ സമയത്ത് ജേർണലിസം പഠിക്കുമായിരുന്നു. ജേർണലിസം പഠിക്കുന്ന ആളിനോട് ദൂത് പറഞ്ഞ് നീ ജർമ്മനി പോകണം. അത് പോസിബിൾ അല്ല. ഈ പെൺകുട്ടി വിശ്വാസത്തോടോ പ്രാർത്ഥനയോടോ ഒന്നും ഇവിടെ വന്നല്ല, ഒരു ദൂത് വിശ്വസിച്ചതാണ്. അവർക്ക് മനസ്സിനകത്ത് ഒരു പ്രതീക്ഷയില്ല ജർമ്മനി പോകുന്ന. പക്ഷെ യേശു അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ കൃപയാൽ മറ്റന്നാള് ഈ പെൺകുട്ടി ജർമ്മനി പോവാ. അവൾ എക്സാമിനെല്ലാം പാസ്സായി. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്നെ കാണുന്ന എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു ചടങ്ങിന് വരുമ്പോഴാണ് പാസ്റ്റർ കാണുന്നത്. അപ്പം എൻ്റെ അടുത്ത് കുറേ കാര്യം പറഞ്ഞു, നീ എന്ത് പഠിക്കുന്നോ ആ ജോലിക്ക് നീ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബാക്കിയെല്ലാം ശരിയായിരിക്കും, പക്ഷെ ഇത് മാത്രം തെറ്റായിരിക്കും. കാരണം ഞാനിത് കുറേ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് അങ്ങനെ എന്തായാലും ഞാൻ PG കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ജോലി കിട്ടി. എന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഭയങ്കര നിർബന്ധിച്ചു, എനിക്ക് മറ്റൊരു ഫീൽഡാണ് നല്ലത്, നമുക്ക് നല്ലതായിരിക്കും. പക്ഷേ ജർമ്മൻ ഭയങ്കര ടഫാണ്. ഒരുപാട് പേരുടെ അതൊക്കെ കേട്ടിട്ടും എനിക്കറിയാം. എൻ്റെ ചേച്ചി പഠിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. എനിക്കറിയാം. ഞാൻ ആദ്യം കുറച്ച് എനിക്ക് ജോലി ഉണ്ടല്ലോ, ഞാൻ മുൻവലിഞ്ഞ് നോക്കി, പക്ഷേ സമ്മതിച്ചില്ല വീട്ടിൽ നിന്ന്. എന്തായാലും ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മോഡ്യൂളും പാസ്സാകാനായിട്ട് സാധിച്ചു. ഇതിന്റെ പേരാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഇപ്പം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വന്നു, പാസ്റ്റർ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഒന്നുമില്ല, നീ പോയി എഴുതിക്കോ. എന്നാലും നമുക്കറിയത്തില്ലല്ലോ, കാരണം ജർമ്മനാണ്, 4 മോഡ്യൂളാണ്, നമുക്കറിയത്തില്ലാത്തൊരു ഭാഷയാണ്. അത്യാവശ്യം പേടിയോടുകൂടി തന്നെ ഞാൻ എഴുതിയത്. റിസൾട്ട് വരാനും കുറച്ച് വൈകി. അപ്പോഴും ഞാൻ റിസൾട്ട് നോക്കുന്നത് ഭയങ്കര പേടിയോടുകൂടിയാണ്. പക്ഷേ 4 മോഡ്യൂൾ ആദ്യത്താണ് തന്നെ പാസ്സായി. പിന്നെയുള്ളത് വിസയാണ്. വിസ എന്ന് പറഞ്ഞിട്ട് കടമ്പയാണ്. ബാക്കി എല്ലാ വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനിയിലെ വിസ റിജക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ ഏജൻസി വഴിയല്ല ഒന്നും ചെയ്തത്. ചേച്ചി അവിടെയുണ്ട്, ആ വഴി അപ്ലൈ ചെയ്തു. ബാക്കിയെല്ലാം ഞാനാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്. നമുക്ക് മോട്ടിവേഷൻ ലെറ്റർ എന്നൊരു സാധനമുണ്ട്, അതൊക്കെ ശരിക്കും ഏജൻസിക്കാർ ചെയ്തു തരേണ്ടതാണ്. അതെല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് ചെയ്തു. അതും വിസ വന്നെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും പോയി മേടിക്കുമ്പം വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല, റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴും എന്നോട് ചോദിക്കും, നിനക്ക് വിസ വന്നിട്ട് നിനക്ക് എന്നാ സന്തോഷമില്ലാത്തേ? ഞാൻ പറഞ്ഞത് ആദ്യം ഒന്ന് എന്നെ കൈ കിട്ടട്ടെ. അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തലേന്ന് ഇപ്പം പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ ഫോൺ എടുത്തു. അപ്പം ചേച്ചി പറഞ്ഞു, ആ ഫോൺ എടുത്തല്ലോ, ഇനി കുഴപ്പമില്ല, ഒന്നും മേടിക്കണ്ട. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് പോയി. പിന്നെ വിസ ഞാൻ കണ്ടു തള്ളിപ്പോയി. ഫസ്റ്റ് വിസയും എനിക്ക് കിട്ടി, അപ്രൂവലായി കിട്ടി. അങ്ങനെ പിന്നെ ഡേറ്റ് നോക്കി, അതായത് അങ്ങോട്ട് പോകാനായി ടിക്കറ്റിൻ്റെ റേറ്റ് ജനുവരി പോകാമെന്ന് കണ്ടാണ് ഇരുന്നത്. അപ്പോഴേക്കും ഭയങ്കര റേറ്റാണ്. ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര. അതും ഞാൻ പിന്നെ സ്വന്തമായിട്ട് ദൈവത്തെ വിളിച്ച് എടുത്തു. എല്ലാം സ്വന്തമായിട്ട് ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം, പ്രാർത്ഥന എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ദേവദാസിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. യേശു ശരിക്കും കള്ളം പറയത്തില്ലയോ? കള്ളം പറയത്തില്ല. യേശു കള്ളം പറയത്തില്ല. ഇല്ല. അവള് ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയാ. ഒരിക്കലും ജർമ്മനി പോകുമെന്ന് അവൾ വിചാരിച്ചല്ല. ഒരു ബന്ധു വീട്ടിൽ വെച്ച് ഞാൻ ഇവളെ കാണുന്നു, ഇവിടെ സഹോദരിയെ കാണുന്നു. അവരോട് 2 പേരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ജർമ്മനിക്ക് പോകും എന്ന് ദൂത് പറയുന്നു. ഈ പെൺകുട്ടി ഒരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള പെൺകുട്ടിയാണ്. അവള് അമ്മയോട് പറഞ്ഞു, ബാക്കിയെല്ലാം സത്യമാണ്, ഇത് തെറ്റും. ബാക്കിയെല്ലാം നടന്നു, ഇതും നടന്നു. ഒരു കാര്യം പറയുകയാണ്, ദൂത് നടക്കും, പ്രവചനം നിറവേറും. പ്രവചനത്തിന് നിന്റെ സാഹചര്യം ഒന്നും വിഷയമല്ല. പ്രവചനത്തിന് നിന്റെ സ്ഥിതി മാറ്റാൻ പറ്റും. പ്രവചനത്തിന് നിന്റെ ജീവിതം മാറ്റാൻ പറ്റും. സ്നേഹിതരെ, ആ നാട്ടിൽ നിന്നുള്ള എല്ലാവരെയും കൊണ്ടുവരുന്നത് ഈ മോളും ഇവിടെ അമ്മയുമാണ്. അവരാരെ കണ്ടാലും പറയും, യേശു അത്ഭുതം ചെയ്യും. അവിടെ ബന്ധു വീട്ടിൽ പോയാൽ പറയും, യേശു അത്ഭുതം ചെയ്യും. എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ഒരു യേശുവുണ്ട്, എന്നെ നടത്തിയ ഒരു യേശുവുണ്ട്, എന്നെ ജർമ്മനി വരെ എത്തിച്ച ഒരു കർത്താവുണ്ട്.
സ്നേഹിതരെ, നിങ്ങൾക്ക് ദൈവം തരുന്ന എല്ലാ അത്ഭുതങ്ങളും സാക്ഷ്യം പറയാനാ. മോളെ, നമുക്ക് ജർമ്മനി ഒത്തിരി പേരുണ്ട്, അവിടെ ആരാധനയുണ്ട്. നീ അവിടെ പോകണം, യേശുവിനെ വിട്ട് നിൽക്കണം. ഈ നാട്ടിൽ വെച്ച് നീ ആരോടൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ജർമ്മനിയിലും ചെന്ന് യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ വിട്ട് നിൽക്കണം. തീർച്ചയായും ഞങ്ങളിവിടെ വരാൻ കാരണം എൻ്റെ ആൻറ്റി, അപ്പാപ്പി, ആൻറ്റിയുടെ അച്ഛനും അമ്മ വിട്ടിറക്കണം. അപ്പം അവരോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനൊരു സ്ഥലമുണ്ട്, നമ്മൾ രക്ഷപ്പെടും എന്ന് അറിഞ്ഞിട്ടും സാധാരണ ആൾക്കാർ പറയില്ല. പക്ഷേ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ഞങ്ങൾ എത്തിച്ചതിന്. അതുപോലെ തന്നെ പാസ്റ്റർക്ക് ഒരുപാട് നന്ദി. സഭയ്ക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ 26-ാം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭ ഒരു സുന്ദര ക്ലാപ്പ് കൊടുത്തോട്ടെ. അവരെ ഇവിടം വരെ എത്തിച്ച, അവരെ കൊണ്ടുവന്ന അവരുടെ ബന്ധുക്കൾ, നമ്മളെ ഐ ബ്ലസ് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കും.